നമുക്കിന്ന് നല്ല മത്തൻ ചപ്പ് വറക്കേ. അങ്ങനെ വറക്കുന്നറിയാം, പച്ചക്കുരുമുളക് ഇട്ടിട്ട്. പച്ചക്കുരുമുളക് ചതച്ചിട്ട് ഉണ്ടാകും, നല്ല അടിപൊളി ഇലയാണ്. ഇനി മത്തനൊന്നും പിടിക്കുന്നില്ല, അപ്പം അമ്മ പറഞ്ഞു അത് വറുത്തോന്ന്. കണ്ട അടിപൊളിയല്ല. നമുക്ക് എങ്ങനെ വറക്കുന്നത് നോക്കേ. മത്തൻ ചപ്പ് നന്നായി കഴുകിയിട്ടുണ്ടേ. ഇത് വൃത്തിയാക്കണം. ഇതിൻ്റെ ഉള്ളിലത്തെ നാര് കളയണം എന്ന് പറഞ്ഞ അമ്മ. ശരിക്കറിയില്ല കേട്ടോ അങ്ങനെ കളയണ്ടെന്നില്ലതും. ഇങ്ങനെ വലിക്കുമ്പോൾ നാര് കിട്ടും. പുറത്തുണ്ടാവില്ലോ, ഉള്ളിലേ ഉണ്ടാവില്ലോ. ഇതാ കളയണ്ട് നാര്. പിന്നെ നമുക്ക് കളഞ്ഞിട്ട് ഇല്ല വിഷടിക്കാത്ത സാധനം ഇതാ ഇവിടെ ഇങ്ങനെ ഉള്ളുമ്പോൾ നാര് കിട്ടും. അതുകൊണ്ടാ ഈ നാര കളയണ്ട് പറഞ്ഞു അമ്മമ്മ അല്ലേ. എനിക്ക് ചപ്പ് ഉറപ്പെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. അത്രയും വലിയ ചപ്പാന്ന് മത്തനല്ല. അടിപൊളിയായിട്ട് വറക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ലച്ചന് ഇഷ്ടല്ലേ? വേണ്ട വേഗം കിട്ടുന്നുണ്ടല്ലോ അല്ല മീസേ. അമ്മമ്മ വരുമ്പോൾ നമുക്ക് മത്തൻ ചപ്പെല്ലാം വറുത്ത് കൊടുക്കാം. നമ്മ തൊഴിലുറപ്പിന് മത്തൻ ചപ്പ് നല്ല വൃത്തി മുറിച്ചെടുക്കേ. മുറിക്കാൻ നല്ല സുഖമാണ് കേട്ടോ, വേഗം മുറിച്ചെടുക്കാം. നല്ല ഒച്ച മുറിക്കുന്നതാ. മീസ് കിട്ടൂലേ? ഇങ്ങനെ മുറിച്ചെടുക്കാം. ചൂട് കയറിയാൽ വേണ്ട, വേഗം വെന്ത് കിട്ടും. ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പം മത്തൻ ചപ്പ് മുറിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടേ. നമുക്കിതിലേക്ക് എന്തെല്ലാം വേണ്ടെന്ന് പറഞ്ഞുതരാം. നമുക്ക് മത്തൻ ചപ്പിലിടാൻ കാന്താരി എടുക്കാം. കുറച്ച് കാന്താരി മതി, കുരുമുളക് ഇടുന്നില്ല. കാന്താരി കുറവാണ്. കണ്ടാ വെള്ളം ഒഴിച്ച് കൊടുക്കണം കാന്താരി. ഇത്രപ്പോഴുന്ന കിട്ടി. ഇത്രേ ഉണ്ടു. നല്ല മൂത്ത കാന്താരിയാണ്. ഇനി പച്ചക്കുരുമുളക് ഉണ്ടോ? ഓക്കെ, കുരുമുളക് നോക്കാലോ നമുക്ക്. നോക്കണേ ഒരു അറക്കണമെന്ന് പറങ്കി തൈയെല്ലാം ഉണ്ട്. പറങ്കി തൈ ചട്ടിയിൽ നട്ടിനി, മോശം ചട്ടിയിൽ. ഇത്രയും മോശം ചട്ടി ഉണ്ടോ? അന്ന് ഞാൻ കളിക്കാൻ എടുക്കുകയാണ്. അതിൽ വിൽക്കാണ്ട് വരണേ. പച്ചക്കുരുമുളക് കണ്ടോ? പിന്നെ രണ്ടെണ്ണം പറിക്കാം. ശരിക്കും മൂക്കണത്ര മതിയല്ലേ? നല്ല എരിവാവൂലേ കാന്താരിയെല്ലാം കിട്ടുന്നു. കഴുകണം. എന്താ എടുത്തിന് കണ്ടാ, ഇത്രയും ഉണ്ട്. നല്ല എരിവുണ്ടാവും. അപ്പോൾ കാന്താരിയായി, കുരുമുളകുമായി. അതന്നെ. പിന്നെ നമ്മളെ മത്തൻ ചപ്പ് ചീനച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, കാന്താരി നമുക്ക് അമ്മിമെന്ന് ചതച്ചിടേ. ആദ്യം കുരുമുളക് എടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ച് വിട്ടാൽ മതി. വെള്ളമുണ്ടല്ലേ. കുരുമുളക് ഒന്ന് ചവക്കാൻ കിട്ടണം. കണ്ടോ, ഇത്രയേ വേണ്ടൂ. എന്നിട്ടിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ചതച്ചെടുക്കാം. മതി, വെളുത്തുള്ളി ഇത്ര ചതച്ചാൽ മതി. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാന്താരി, പിന്നെ കാന്താരി ഇതാ. കാന്താരി ഇപ്പോൾ കൈ കൊണ്ടെടുത്താൽ പണി കിട്ടില്ല മീസേ. അയ്യോ, പണിക്കാർ തെറിച്ചാൽ പണിയായി. സ്പൂണിൻ്റെ എടുക്കാം അല്ലേ. കാന്താരിയും ചതച്ചു. കണ്ണിനോ മൂക്കിനേറ്റം കൊണ്ടിട്ടുണ്ടെങ്കിൽ പണിയായി. ഇനി അമ്മി തൊടണ്ട മീസേ. ഇപ്പോൾ കുരുമുളകും കാന്താരിയും വെളുത്തുള്ളിയും ചതച്ചു. ഇനി ഇതിലേക്ക് ഇതാ
ചിരകി വെച്ച തേങ്ങയില്ലേ അത് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി കേട്ടോ, ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. നമുക്കിത് ഇങ്ങനെ മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം. വേഗാവും കേട്ടോ, നല്ലോണം ചൂടാവട്ടെ. എന്താ അവസ്ഥ നോക്കാം. അപ്പോൾ നമ്മൾ മത്തൻ ചിലപ്പോൾ എന്തായി നോക്കേ. ചൂടായിട്ടുണ്ട് കേട്ടോ. തേങ്ങ അധികമായി പോയിനോ? തേങ്ങ അധികമായി സാറ് വറവിന് തേങ്ങ നല്ല ടേസ്റ്റല്ലേ. നോക്കാം നമുക്ക് ഉണ്ടാവും അല്ലേ. കണ്ണ് പുക വരും. കണ്ണിന്ന് വെള്ളം വരുമ്പോൾ കയറിയത്. അപ്പോൾ മത്തൻ ചപ്പ് വെന്തിട്ടുണ്ടേ. ഈ പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കാം. അരിയും പച്ചമുളകെല്ലാം വറുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനെക്കാട്ടും എനിക്കിഷ്ടം പച്ച വെളിച്ചെണ്ണ നനക്കുന്നതാണ്. കുറേ പണിയില്ലു മത്തൻ ചപ്പ് പറിച്ചിട്ട് വറക്കാം. ഇത്ര വേഗം എളുപ്പത്തിലായില്ലേ? വേഗമായില്ലേ? ഞാനും വെള്ളായിട്ട് ഇതാക്കുവാ എളുപ്പപ്പണിയല്ല. ഇപ്പോൾ ഇനി മത്തൻ നടണം ഇനി അന്നേരം. അപ്പം ഇനി മത്തൻ ചപ്പ് വാങ്ങി വെക്കാം. അടിപൊളി ടേസ്റ്റിൽ മത്തൻ ചപ്പ് എത്ര എളുപ്പത്തിൽ വറവായി. ആ കുരുമുളകിൻ്റെ ഇതിങ്ങനെ കടിക്കുമ്പം കുരുമുളക് തന്നെ കടിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. മതിയാ? മതി മതി. മധുരമുണ്ടാ? ഉണ്ടാ? പുളിയാ? അമീസിന് കുറച്ചെടുത്ത് കൊടുക്കട്ടെ. അമീസിന് ഇഷ്ടമാണ് ചപ്പ് വറവ്. ഇതാ കുരുമുളക് കടിക്കുന്നില്ലേക്ക്. സൂപ്പർ. അത് ഇഷ്ടല്ലേ?